ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ട് മാസ്. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, ഇന്നൊരു ഹൊറർ മിസ്റ്ററി മൂവിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. 2021 റിലീസ് ചെയ്ത നോ വൺ ഗെറ്റ്സ് ഔട്ട് അലൈവ്. ആ വീടിനകത്തേക്ക് പോയ ആരും തന്നെ ജീവനോടെ പുറത്തു വന്നിട്ടില്ല. ഞാനിപ്പോൾ കാന്തമല ചരിതം അഖിനാഥന്റെ നിധി എന്ന ഓഡിയോ ബുക്ക് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മിസ്റ്ററി കഥകൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഈ കഥകൾ ഇഷ്ടപ്പെടും. ഇത് മാത്രമല്ല, ബ്രോം സ്റ്റോക്കറുടെ ഡ്രാക്കുള എന്ന ഓഡിയോ ബുക്സും ഉണ്ട്, അമിത് കുമാറിന്റെ AK എന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സും ഉണ്ട് നമ്മുടെ സ്വന്തം കുക്കു FM-ൽ. ഓരോ മാസവും 20-ൽ പരം മലയാളം ഓഡിയോ ബുക്സുകളാണ് ഈ ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്യുന്നത്. 1000-ൽ പരം ഓഡിയോ ബുക്സുകൾ അടുത്ത 7 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കേൾക്കാൻ കഴിയും. നിങ്ങൾക്കൊരു മുഴുവൻ പുസ്തകം കേൾക്കാൻ സമയമില്ലേ? എന്നാൽ പിന്നെ വെറും 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഫുൾ കണ്ടന്റും മനസ്സിലാക്കാം കുക്കു FM ബൈറ്റ്സിലൂടെ. ആഡ് ഫ്രീ ലിസണിംഗ്, ഓഡിയോ സ്പീഡ് അഡ്ജസ്റ്റ്മെന്റ്, നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള ബുക്ക് റെക്കമെൻഡേഷൻ, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സും ഉണ്ട്. ഏറ്റവും പുതിയ ന്യൂസിൽ അപ്ഡേറ്റ് ആയിരിക്കൂ. ട്രെൻഡ്സ്, സ്റ്റോറീസ്, പല ജേണേഴ്സിലുള്ള പുസ്തകങ്ങൾ, അറിവുകൾ, സെൽഫ് ഇംപ്രൂവ്മെന്റ്, ഫിക്ഷൻ, കൂടെ തന്നെ കറന്റ് ഇവന്റ്സും ഇവിടെ വെച്ച് നിങ്ങൾക്കിത് കേൾക്കാം. വർക്കൗട്ട് ചെയ്യുമ്പോൾ, റിലാക്സിംഗ് അറ്റ് ഹോം, ഏത് ലൈഫ് സ്റ്റൈലിനും ഇണങ്ങുന്നതാണ് ഈ ഓഡിയോ ബുക്ക് ആപ്ലിക്കേഷൻ. മാത്രമല്ല, ഏത് പ്രായക്കാർക്കും അവർക്ക് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ ഇവിടെ ലഭിക്കും. ഒരു പെർഫെക്റ്റ് കമ്പാനിയനാണ് റോഡ് ട്രിപ്സിനും ക്വൈറ്റ് ഈവനിങ്സിനും വീക്കെൻഡ് ബോണ്ടിങ്ങിനും. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങൾക്കായി ഇതാ നെവർ ബിഫോർ ഓഫറാണ് വന്നിരിക്കുന്നത്. 7 ദിവസത്തെ ഫ്രീ ട്രയൽ ആരും മിസ്സാക്കരുത്. ഫ്രീ ഓഫ് കോസ്റ്റില് ലിമിറ്റ്ലെസ് കണ്ടന്റ് എക്സ്പ്ലോർ ചെയ്യൂ. എല്ലാ എപ്പിസോഡ്സും ഇപ്പം അൺലോക്ക്ഡ് ആണ്. ഈ ട്രയൽ പീരീഡിൽ പ്രീമിയം ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ഓഫ്ലൈൻ ലിസണിങ്ങും ആഡ് ഫ്രീ കണ്ടന്റും. സ്ക്രീനിൽ 99 രൂപ കാണിക്കുന്നുണ്ടെങ്കിലും 2 രൂപയെ ഡിഡക്റ്റ് ആവുള്ളൂ. ആ 2 രൂപയും ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആവും. ഈ സബ്സ്ക്രിപ്ഷൻ ഏത് സമയത്ത് വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം, ഫ്രീ ട്രയലിന്റെ സമയത്ത്. സോ ആരും തന്നെ ചെക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ വർഷങ്ങൾക്ക് മുന്നേ ആർക്കിയോളജിക്കൽ സർവേക്കാര് കാടിനകത്ത് ഒരു ഗുഹയ്ക്കുള്ളിൽ ഒരുപാട് മൃതദേഹങ്ങൾ കണ്ടെടുക്കും. ആ ശവശരീരങ്ങൾക്കെല്ലാം തന്നെ തലയുണ്ടാകില്ല, വെറും ജഡം മാത്രം. ഇതേ ഗുഹയ്ക്കകത്തു നിന്നും ഒരു കല്ല് വെട്ടികൂടി ഇവർ കണ്ടെടുക്കുന്നുണ്ട്. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത വർഷങ്ങൾക്ക് ശേഷം വർത്തമാനകാലം, പ്രസന്റ് ഡേ, ഒരു പെൺകുട്ടി തന്റെ ഹോട്ടൽ മുറിയിലിരുന്നു കൊണ്ട് അവളുടെ കുടുംബത്തിലെ ആരുമായിട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ ഒറ്റയ്ക്കാണുള്ളത്. പെട്ടെന്ന് ഇവളെ റൂമിന്റെ ഡോർ ആരോ തുറന്നകത്തേക്ക് വരുന്നുണ്ട്. അതവൾ അറിയുന്നില്ല. കുറച്ചു സമയം കഴിയുമ്പോൾ ഇവളെ മുറിയിൽ TVക്കടുത്തായി 2 പാദത്തിന്റെ അടയാളം കാണാം. വെള്ളം ഇറ്റിറ്റ് വീഴുന്നു. ഒരു സെക്കൻഡ് അവൾക്ക് മനസ്സിലായില്ല. പൊടുന്നതിന് കരണ്ടും പോകും. ഈ പാദ അടയാളം തന്നെ മാഞ്ഞു പോകുന്നു. പേടിച്ച് പെണ്ണ് എഴുന്നേൽക്കും. ആരോ കരയുന്ന ശബ്ദം കേൾക്കുന്നു. ഇവള് വരാന്തയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ എന്തോ ഉള്ളതായിട്ട് അവൾക്ക് തോന്നും. പക്ഷെ ഒന്നും കാണുന്നില്ല. വീണ്ടും സൂക്ഷിച്ചു നോക്കുമ്പോൾ ഒരുപാട് കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ളൊരു കല്ലുവെട്ടി. ഇതേ സമയം ഈ പെൺകുട്ടിക്ക് പുറകിലായ ഒരു രൂപം വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന അവളുടെ കരച്ചിലാണ്. ആ പെണ്ണിന് എന്താ സംഭവിച്ചെന്നറിയില്ല. ആ വലിയ കരച്ചിൽ മെല്ലെ മെല്ലെ ചെറുതായി അകലേക്ക് അകന്നു പോകുന്നത് പോലെ. അപ്പോഴാണ് ഈ പെൺകുട്ടി താമസിച്ചിരുന്ന ആ ഹോട്ടൽ കാണിക്കുന്നത്. ഒരു പഴഞ്ചൻ വരണ്ടുണങ്ങിയ ഹോട്ടല്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ കള്ളവണ്ടി കയറി മെക്സിക്കോയിൽ നിന്നും ക്ലീവ്ലാൻഡിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ നായിക. കാരണം മെക്സിക്കോയിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ദരിദ്ര രാഷ്ട്രമാണ്. എന്നാൽ ക്ലീവ്ലാൻഡ് കുറച്ചുകൂടെ വികസിത രാജ്യമാണ്. ഒരുപാട് പേരിങ്ങനെ ജോലി തേടി കള്ളവണ്ടി കയറി വരാറുണ്ട്. അതുപോലെ ഈ നാട്ടിലേക്ക് വന്നാണ് നമ്മുടെ കൊച്ച്. അവളെ കയ്യിൽ ഈ നാടിന്റെ ID കാർഡില്ല. പുറം നാട്ടിൽ ID കാർഡ് കാണിക്കുകയാണെങ്കിൽ പാസ്പോർട്ടും കാണിക്കണം. സോ അവൾക്ക് ആദ്യമൊന്നും പല സ്ഥലങ്ങളിൽ റൂം കിട്ടുന്നില്ല. എന്നാൽ പോലും ഒരു ജോലി അവൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലത്തിന് തയ്യൽ കമ്പനിയിലാണ് ജോലി. വില കുറവിന് എവിടെയെങ്കിലും റൂം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ ടൗണിൽ നിന്ന് മാറി ഒരു ബോർഡിംഗ് ഹൗസ് ഉള്ളതായിട്ട് അവളൊരു പരസ്യം കാണുന്നു. അങ്ങനെ ആ വീട് അന്വേഷിച്ച് വരികയാണ് നമ്മുടെ ആള്. പ്രതീക്ഷിച്ച പോലെ അതേ പ്രേതാലയത്തിലേക്കാണ് നമ്മുടെ പെൺകുട്ടിയും എൻ്റർ ആവുന്നത്. ഈ ഹോട്ടലിൽ ഒരു ജീവനക്കാരനുണ്ട്. അയാളെ കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. മിഡിൽ ഏജ് മനുഷ്യൻ, വൃത്തിയായിട്ട് സംസാരിക്കുന്നു. ഈ ഹോട്ടലിൽ കുറച്ച് പണം കൊടുത്താൽ മതി, ID കാർഡ് കാണിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല, പെൺകുട്ടികൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. തന്റെ റൂം കാണിച്ചു തരവേ ഹീറോയിൻ ആ ജീവനക്കാരനോട് ചോദിക്കും,
ഇവിടെ മറ്റാരും താമസിക്കുന്നില്ല എന്ന്. അയാൾ പറയും ഒരു പെൺകുട്ടിയും കൂടിയുണ്ട്, അവൾ ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കുന്നത്. അവൾ അങ്ങനെ അധികം സംസാരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആളല്ല. കുറച്ച് സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നിയാലും വില കുറവിന് കിട്ടുന്ന റൂമല്ലേ, അതുകൊണ്ട് അവിടെ താമസിക്കാൻ തീരുമാനിക്കും നമ്മുടെ കുട്ടി. എന്നാൽ ജീവനക്കാരൻ 1 മാസത്തെ റെന്റ് മുൻകൂട്ടി വേണമെന്ന് പറയും. വേറെ വഴിയില്ലാതെ അവൾ കൊടുക്കുന്നുണ്ട്. 1 മാസത്തെ റെന്റ് നേരത്തെ തന്നെ. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ടോപ്പ് ഫ്ലോറിലുണ്ടാവുമെന്ന് പറയും ആ ജീവനക്കാരൻ. എല്ലാം കഴിഞ്ഞ് അവൾ കിടക്കാൻ നേരം ഇവൾ അമ്മയ്ക്ക് ഫോൺ ചെയ്ത് അമ്മയോട് സംസാരിക്കുന്നു. അമ്മ ഏതോ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അമ്മയുടെ ചികിത്സാ പണത്തിനും വേണ്ടിയിട്ട് കൂടിയാണ് ഇവൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, ഈ നാട്ടിലേക്ക്. ഇങ്ങനെ അമ്മയുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവളെ മുറിയുടെ താഴ്ഭാഗത്ത് താഴ്നിലയിൽ നിന്നും ഒരു പെൺകുട്ടി കരയുന്ന ശബ്ദം അവൾ കേൾക്കുന്നു. ഇവളെ മുറിയിലായിട്ട് ചെറിയൊരു ഗ്രില്ലുണ്ട്. അതിൽ നിന്ന് നോക്കിയാൽ താഴത്തെ മുറി കാണാം. വെന്റിലേഷനാന്ന് തോന്നുന്നു. അതിൽ നിന്ന് നോക്കവേ ഒരു പെൺകുട്ടി ഇരുന്ന് കരയുന്നുണ്ട്. ഇവള് കാര്യാക്കില്ല, തന്നെ പോലെ തന്നെ വിഷമിക്കുന്ന മറ്റൊരു പെൺകുട്ടിയായിരിക്കും. ശരി, എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞ് ഇവള് തിരിഞ്ഞു വന്ന് കിടക്കുന്നു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് ഇറങ്ങാൻ നേരം തന്റെ കതവിലായി ആരോ ഭസ്മം പൂശിയിരിക്കുന്നത് ഇവള് കാണും. എന്താന്ന് മനസ്സിലായില്ല. എന്തായാലും ഇപ്പൊ കാര്യാക്കുന്നില്ല. ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ നേരം ആ ഫസ്റ്റ് ഫ്ലോറിലെ പെണ്ണിനെ ഇവൾ ഇടിക്കുന്നുണ്ട്. എന്റെ പേര് അംബറാണ്, നിങ്ങളെ കണ്ടതിൽ സന്തോഷം എന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ സന്തോഷമൊന്നുമില്ല എന്നും പറഞ്ഞ് ആ പെണ്ണ് ദേഷ്യപ്പെട്ട് മാറിപ്പോകും. എന്താണാവോ ഒരു വിയേർഡായ പെരുമാറ്റം. അവിടുന്ന് പെണ്ണ് ജോലിക്ക് വരുന്നു. ഈ ജോലി സ്ഥലത്ത് അവൾക്ക് പുതിയൊരു കൂട്ടുകാരിയെ കണ്ടുകിട്ടിയിട്ടുണ്ട്. ആ കൂട്ടുകാരിയാണ് ഇവൾക്ക് വേണ്ടി ID കാർഡ്, ഈ നാട്ടിലെ ID കാർഡ് സെറ്റ് ചെയ്യാൻ പോകുന്നു. എന്നാൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ ആ ബ്രോക്കർ $3000 ചോദിച്ചിരിക്കുന്നു. ഇവളുടെ കയ്യിൽ അത്രയും പണമില്ല. അതും ടെക്സാസ് തന്നെ അഡ്രസ്സ് വേണമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. ആ അഡ്രസ്സാണ് കൊടുക്കേണ്ടതെങ്കിൽ കൂടുതൽ പണം കൊടുക്കണം, $3000 കൊടുക്കണം. ആ പണം എത്രയും പെട്ടെന്ന് റെഡിയാക്കാം എന്ന് ഇവള് സമ്മതിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ജോലി തീർന്ന ശേഷം ഇവൾ അകലെയുള്ള ഏതൊരു വീട്ടിലേക്ക് പോകുന്നുണ്ട്. സംഭവം ഇവൾ അമ്മയുടെ കസിൻ ആണ് ആ വീട്ടിൽ താമസിക്കുന്നത്. കസിൻ ഭാര്യയും ഒരു മോനുമായിട്ട് അവിടെയാണ് താമസിക്കുന്നത്. അയാൾ ഇവൾക്കൊരു ജോലി തരാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങേർക്ക് ഇവിടെ പെർമനന്റ് ആയിട്ട് താമസിക്കാൻ കഴിഞ്ഞത് ഈ നാട്ടിലെ വനിതയെ കല്യാണം കഴിച്ചതുകൊണ്ടാണ്. ജോലിയൊക്കെ തരാക്കി തരാം, പക്ഷെ എത്രയും പെട്ടെന്ന് നീ ID കാർഡ് സബ്മിറ്റ് ചെയ്യണം എന്ന് അമ്മാവൻ പറയും. ഇവള് നല്ലൊരു കോട്ട് പോലും ധരിക്കാതെ വന്നത് കണ്ടിട്ട് അമ്മാവൻ തന്റെ ഭാര്യയോട് അവൾക്ക് നല്ലൊരു കോട്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ഭാര്യയ്ക്ക് അത് ഇഷ്ടാവുന്നില്ല. ഭാര്യയ്ക്ക് ഒന്നാമത് ഈ പെൺകുട്ടി വന്നതേ ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മളെ വീട്ടിൽ അകന്ന ബന്ധു വരികയാണെങ്കിൽ ഒരു താല്പര്യക്കുറവ് പ്രകടിപ്പിക്കില്ലേ, അതേ അവസ്ഥയാണ് ആ അമ്മച്ചിക്ക്. മനസ്സില്ലെങ്കിലും അവരൊരു കോട്ട് കൊടുക്കുന്നുണ്ട് ഇവൾക്ക്. ദാനം കിട്ടിയതാണെങ്കിലും ഒരു കോട്ട് കിട്ടിയല്ലോ, അതിൽ സന്തോഷമായി നമ്മുടെ പെണ്ണിന്. അത്രയും കൊടിയ തണുപ്പായിരിക്കും ഈ ക്ലീവ്ലാൻഡിലൊക്കെ. ഹോട്ടലിലേക്ക് തിരിച്ചു വന്ന് കോട്ട് അഴിച്ചു വെച്ചിട്ട് ഇവള് സ്വന്തം മുറിയിലേക്ക് പോകാനിരിക്കവെയാണ് ബേസ്മെന്റിൽ നിന്ന് ചില ശബ്ദങ്ങൾ കേൾക്കുന്നത്. ഇവൾ ആ ബേസ്മെന്റിന്റെ ഡോറ് ലോക്ക് ചെയ്തിരിക്കുന്ന കാണും. വലിയ താഴിട്ട് ലോക്ക് ചെയ്തിരിക്കുന്നു. അവിടെ എന്താ സംഭവിക്കണമെന്ന് അറിയാൻ വേണ്ടി കുനിഞ്ഞു നോക്കുമ്പോഴാണ് ഈ ഹോട്ടൽ ജീവനക്കാരൻ വരുന്നത്. താൻ അവിടെ എന്താ കാണിക്കുന്നത്? ബേസ്മെന്റ് പ്രൈവറ്റ് ആണ്, ഈ സ്ഥലത്തേക്കൊന്നും വരാൻ പാടില്ല, നിനക്ക് ഞാൻ പെർമിഷനൊന്നും തന്നിട്ടില്ലല്ലോ. ഇവള് പറയാം അവിടെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു എന്ന്. ബേസ്മെന്റിൽ എലിയും പൂച്ചയും പട്ടിയും എല്ലാം ഉണ്ടാവും, താൻ അത് ശ്രദ്ധിക്കാൻ നിൽക്കണ്ട, തന്റെ മുറിയിലേക്ക് തിരിച്ചു പൊക്കോ എന്ന് അയാൾ പറയുമ്പോൾ ഇവള് ഞാൻ പൊക്കോളാം, നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല, എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ തന്ന ഡെപ്പോസിറ്റ് പണം എനിക്ക് തിരിച്ചു തരുമോ? അത്യാവശ്യമാണ്, എന്നാൽ എൻ്റെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഞാൻ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തോളാം. ഞാൻ ഈ താമസിച്ച ദിവസത്തിന്റെ പണം എടുത്തിട്ട് ബാക്കി എനിക്ക് തരുമോ ദയവേത്? അതിന് ആ ജീവനക്കാരൻ പറയും ഞാൻ ആ പണം ചെലവാക്കി, ഇപ്പൊ കയ്യിലില്ല, വരുവാണെങ്കിൽ പണം വരുവാണെങ്കിൽ പറയാമെന്ന്. സോ ആ വഴി കാര്യങ്ങൾ നടക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇവള് തിരിച്ച് വീണ്ടും മുറിയിലേക്ക് വരുന്നു. ഇന്നലത്തേതുപോലെ തന്നെ ഇന്നും താഴത്തെ ഫ്ലോറിൽ നിന്ന് കരച്ചിൽ കേൾക്കാം. ഏത് പെൺകുട്ടിയെ കരയണമെന്നറിയാൻ വേണ്ടി ഇവൾ ആ മുറി ചെന്ന് ഡോറ് തുറന്നു നോക്കുമ്പോൾ അവിടെ ആരുമില്ല. ആ മുറിയുടെ ഫ്രണ്ടിലായിട്ടും ഈ ഭസ്മം പൂശിയിരിക്കുന്ന കാണാം. ഇവള് ശ്രദ്ധിക്കാതെ തിരിച്ചു വരുന്നു. അടുത്ത സീനില് തന്റെ അമ്മയ്ക്കരികിൽ ഇവൾ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അമ്മ എന്തിനെയോ കണ്ട് പേടിക്കുന്നുണ്ട്. നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ കല്ല് പെട്ടി, അതിനെ കണ്ടാണ് അമ്മ പേടിച്ചത്. ഈ സ്വപ്നവും കണ്ട് പെണ്ണ് ഞെട്ടി കണ്ണ് തുറന്ന് എഴുന്നേൽക്കാണ്. സംഭവം രാവിലെയായി. അവള് ജോലിക്ക് വരുന്നു. $3000 വേണമല്ലോ, എത്രയും പെട്ടെന്ന് ഒപ്പിക്കണം. സോ താൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അഡ്വാൻസ് പണം ചോദിച്ചാലോ, അത് ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവൾ അഡ്വാൻസ് പണം ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ ഓണർ കൊടുക്കാൻ തയ്യാറില്ല. നീ ജോലി പോലും വൃത്തിയായിട്ട് ചെയ്യുന്നില്ല, എന്നിട്ട് നിനക്ക് അഡ്വാൻസോ? അഡ്രസ്സും ഇല്ല, ID കാർഡും ഇല്ല, ഏതോ നാട്ടിൽ നിന്ന് വന്ന് എത്ര കാലം നീ ഇവിടെ കാണും? നിനക്ക് പണം തന്ന് നാളെ നിന്നെ കണ്ടില്ലെങ്കിലോ? ഞങ്ങൾ അങ്ങനെ പെർമനന്റ് അല്ലാത്തവർക്ക് പണം കൊടുക്കില്ല, ചെന്ന് ജോലി ചെയ്യാൻ നോക്ക്, അല്ലെങ്കിൽ ജോലിയും തെറിപ്പിക്കുന്നു പറഞ്ഞ് അയാൾ മിരട്ടും പെണ്ണിനെ. ഇവള് തന്റെ അവസ്ഥ ആ കൂട്ടുകാരിയോട് പറയുന്നു. വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ID കാർഡ് വേണം, കാരണം ഇവൾ അങ്കിൾ ജോലി റെഡിയാക്കി കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ ആ ജോലിക്ക് ഈ നാട്ടിലെ ID കാർഡ് വേണം. ആ ജോലി കിട്ടാൻ വേണ്ടി നമ്മുടെ പെണ്ണ് നുണയും പറഞ്ഞു എനിക്ക് ഈ നാട്ടിലെ ID ഉണ്ടെന്ന്. ഈ നാട്ടിലെ പ്രധാന നഗരത്തിലാണ് അവൾ ജനിച്ചത്. പിന്നീട് അച്ഛനും അമ്മയും
അവിടുന്ന് മാറിപ്പോവായിരുന്നു എന്നിങ്ങനെ ഇവള് കള്ളം പറഞ്ഞു. ഇനി അത് മാറ്റി പറയാൻ പറ്റില്ലല്ലോ. ഈ നാട്ടിൽ ഐഡി ഇല്ലാന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആ അങ്കിൾ അടുപ്പിക്കുകയില്ല. എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരി പറയും, എന്റെ കയ്യിൽ കുറച്ച് പണമുണ്ട്, ഞാനത് നിനക്ക് തരാം. നിന്റെ കയ്യിലെ പണവും എന്റെ കയ്യിലെ പണവും ചേരുമ്പോൾ നിനക്ക് ഐഡി ഒപ്പിക്കാൻ പറ്റും. നിനക്ക് എന്തായാലും നല്ല ജോലിയാണല്ലോ കിട്ടാൻ പോകുന്നത്. 1 മാസത്തിൽ തന്നെ എനിക്ക് ആ പണം തിരിച്ചു തരാൻ പറ്റില്ലേ? പിന്നെന്താ കുഴപ്പം? ഇത് കേട്ട് നമ്മുടെ പെണ്ണിന് സന്തോഷമായി. അവള് തന്റെ കയ്യിലുള്ള പണം കൂടി ഈ കൂട്ടുകാരി പെണ്ണിന് കൊടുത്തിട്ട്, എന്നാ പിന്നെ നിന്റെ ആളെ കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ സെറ്റാക്കി തായോ, നിന്നോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ തിരിച്ചു ചെല്ലും ഹോട്ടലിലേക്ക്. ഹോട്ടലിനകത്ത് കയറി തന്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ ജീവനക്കാരന്റെ മുറിക്ക് മുന്നിലായി ഒരു മൊട്ടത്തലയൻ നിപ്പുണ്ട്. ഈ മൊട്ടത്തലയൻ മുറുമുറുത്തുകൊണ്ട് ഡോറിൽ തല ആഞ്ഞാഞ്ഞിടിക്കുന്നു. അയാൾ എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായില്ല. എന്തായാലും താൻ ചെന്ന് എന്തേലും കുഴപ്പമാവണ്ടെന്ന് വെച്ച് ഇവള് പേടിച്ച് തന്റെ മുറിയിലേക്ക് നടന്നു പോവാണ്. ഇവള് മുറി ചെന്ന് കേറി കുറച്ച് സമയം കഴിയുമ്പോൾ ഈ മുട്ടത്തലയം വന്ന് കയ്യിലെ ഭസ്മം അവളെ ഡോറിലായിട്ട് പൂശുന്നുണ്ട്. സോ ഇയാളാണ് ആ ഭസ്മപൂശുകാരൻ. രാത്രി വെള്ളം കുടിക്കാനോ മറ്റോ ഇവള് കിച്ചണിലേക്ക് വരും. എല്ലാവർക്കും കൂടി പൊതു കിച്ചണാണുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ. ഈ കിച്ചണിലേക്ക് വരവേ അവിടെ 2 പെൺകുട്ടികൾ നിൽപ്പുണ്ട്. ഒന്ന് ഫസ്റ്റ് ഫ്ലോറിൽ താമസിക്കുന്ന പെൺകുട്ടിയും മറ്റേത് അവളുടെ കൂട്ടുകാരി. 2 പേരും ഇവളെപ്പോലെ തന്നെ അനധികൃതമായി ഈ നാട്ടിലേക്ക് കടന്നു വന്നവരാണ്. ആ പെൺകുട്ടി ആദ്യം ഹീറോയിനോട് സംസാരിച്ചില്ലെങ്കിലും ഇപ്പൊ പരിചയപ്പെടുന്നുണ്ട്. ഹീറോയിന് വലിക്കാൻ ഒരു സിഗരറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അവരങ്ങനെ തന്റെ കഷ്ടപ്പാടിന് വേണ്ടിയിട്ടാണ് ഈ നാട്ടിലേക്ക് വന്നതെന്ന് പറയുന്നു. എന്നാൽ ഇവരധിക നേരം സംസാരിക്കാൻ ആ ജീവനക്കാരൻ സമ്മതിക്കുന്നില്ല. ഒരുപാട് സമയം ഇവിടെ നിൽക്കാൻ പാടില്ല, തിരിച്ച് മുറിയിലേക്ക് പോകൂ, ലേറ്റായി എന്ന് പറയാം അയാള്. ആ പെൺകുട്ടികൾ പോകുമ്പോൾ ഹീറോയിൻ ആ ജീവനക്കാരനോട് ചോദിക്കും, താൻ പറഞ്ഞത് ഇവിടെ സ്ത്രീകളെ മാത്രമേ താമസിപ്പിക്കുള്ളൂ എന്നല്ലേ? പക്ഷെ ഞാൻ മറ്റൊരു പുരുഷനെ കണ്ടല്ലോ. അതിനാ ജീവനക്കാരൻ പറയും, അതെന്റെ ബ്രദറാണ്, എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്, അയാൾ പെട്ടെന്ന് പൊയ്ക്കോളും, നിങ്ങൾ ആകുലപ്പെടേണ്ട ആവശ്യമില്ല. ശരിയെന്ന് പറഞ്ഞ് ഇവള് തിരിഞ്ഞു നടക്കുന്നു. എന്നാൽ പോകുന്ന വഴി ഈ ജീവനക്കാരന്റെ മുറിയിൽ നിന്നും എന്തോ ഒരു പ്രത്യേക മ്യൂസിക് ഇവള് കേൾക്കും. ഈ ജീവനക്കാരന് ആദ്യം മുതലേ നമ്മുടെ പെണ്ണിന് സംശയമുണ്ട്. ഇവൾ അയാളുടെ മുറിക്കകത്ത് കയറി നോക്കുമ്പോൾ വിചിത്രമായ പല സാധനങ്ങളും പല ചെറു പ്രാണികളുടെയും അവശിഷ്ടങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു റെക്കോർഡർ പെട്ടിക്കകത്ത് എന്തോ ചില വോയിസസ് ഒക്കെ പ്ലേ ആവുന്ന കാണാം. ഇവൾ ഹെഡ്ഫോൺ എടുത്തു വെക്കുമ്പോഴാണ് അതിനകത്ത് മന്ത്രവാദത്തിനെ കുറിച്ചും ബലിദാനം കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നതായിട്ട് കേൾക്കുക. സ്ത്രീകൾ, കുട്ടികൾ, പ്രായമുള്ളവര്, ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ബ്ലെസ്സിങ്സ് ആണ് കിട്ടുക അവരുടെ ബലി അനുസരിച്ച്. എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ പറയുന്നു. എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞ അവൾ ഇറങ്ങാൻ നേരാണ് ഒരു വലിയ കത്തി കാണുന്നു. അതേപോലെ ഒരു വയസ്സന്റെയും വയസ്സിയുടെയും ഫോട്ടോ, അതിലെ വയസ്സന്റെ ഫോട്ടോ വെട്ടിക്കീറിയിട്ടുണ്ട്. പിന്നെ ഇവള് സ്വപ്നത്തിൽ കണ്ടിലൊരു ബോക്സ്, അത് ഈ വയസ്സൻ കണ്ടെടുത്തതായി മറ്റൊരു ഫോട്ടോയും കൂടെയുണ്ട്. ഇത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ആ ഫോട്ടോ കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് താഴെ വീണ് പൊട്ടുക. അടുത്തെന്തോ നിൽക്കുന്നതായിട്ട് അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യാക്കാതെ ആ ഫോട്ടോ ഒപ്പിച്ചു വെച്ചിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങും. പിറ്റേന്ന് ജോലിക്ക് വന്ന പെണ്ണ് തന്റെ കൂട്ടുകാരിയെ കാണില്ല. വീണ്ടും വീണ്ടും വിളിച്ചു നോക്കുന്നുണ്ട്, അവളെ കാണാനില്ല. കമ്പനിയിലെ മാനേജറോട് ഇവള് ചോദിക്കും, ആ പെൺകുട്ടി എവിടെയാണ്, അവളുടെ അഡ്രസ് ഉണ്ടോന്ന്. അയാള് പറയും, ആ പെണ്ണ് ജോലി നിർത്തിയല്ലോ, അഡ്രസ് ഒന്നും തരാൻ പറ്റില്ല. ഇവള് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, ദയവ് ചെയ്ത് അഡ്രസ്സ് തരുമോ, എന്റെ പണവും കൊണ്ടാണ് അവള് പോയിരിക്കുന്നത്. അതിന് അയാള് പറയും, നീയും അവളും കൂട്ടുപ്രതികളാണ്, അവള് പണം കൊണ്ടുപോയെങ്കിൽ നീ എപ്പോഴാ ഈ കമ്പനി അടിച്ചോണ്ട് പോവാന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് നിന്നെയും ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു, ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ് അയാൾ മാറിപ്പോവും. നമ്മുടെ കൊച്ചിന്റെ ജോലിയും പോയി, പണവും പോയി. ആ കൂട്ടുകാരിക്കാരി പറ്റിക്കില്ലാന്നാ തോന്നണേ. സഹായിക്കാന്ന് പറഞ്ഞ് ഒരു പങ്ക് പണം ഇവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവൾ ഓടിക്കളഞ്ഞു. സോ പരാജിതയായി നമ്മുടെ കൊച്ച് തിരിച്ച് ഹോട്ടലിലേക്ക് വരുന്നു. വന്ന് കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ അരികിലേക്ക് ഒരു രൂപം നടന്നു വരുന്നു. പേടിച്ച് അവൾ കർട്ടൻ മാറ്റി നോക്കുമ്പോൾ ആ രൂപത്തെ കാണുന്നില്ല. ഇവൾ ഒരുപക്ഷെ തന്റെ താഴത്തെ ഫ്ലോറിലെ ഫ്രിഡ്ജയാണോ ആ പെൺകുട്ടി എന്ന് വിചാരിച്ചിട്ട് ജീവനക്കാരനോട് വന്ന് ചോദിക്കും, ഫ്രിഡ്ജ് എവിടെയെന്ന്. അയാൾ പറയും, ഫ്രിഡ്ജ് ഇവിടെ വിട്ട് പോയല്ലോ, 2-3 ദിവസമായി അവൾ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട്. ഇത് കേട്ട് നമ്മുടെ പെണ്ണ് പറയും, എനിക്ക് ഇവിടെ താമസിക്കാൻ താല്പര്യമില്ല, ഞാനും വെക്കേറ്റ് ചെയ്യാണ്. അപ്പൊ അയാള്, നാളെ ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യൂ, എനിക്ക് നാളെ പണം കിട്ടുള്ളൂ, നാളെ പണം കിട്ടിയ ഉടനെ ഡെപ്പോസിറ്റ് പണം തിരിച്ചു തരാം. ശരിയെന്ന് പറഞ്ഞ് ഇവള് തിരിഞ്ഞുപോയി കിടക്കും. രാത്രി ഒരു പ്രാണി പറന്നു വരുന്നുണ്ട്. അതിന്റെ ശബ്ദം കാരണം ഇവള് ശല്യം ആയതുകൊണ്ട് അതിനെ തല്ലിക്കൊല്ലും. കുറച്ച് കഴിയുമ്പോണ്ട് വീണ്ടും 1-2 പ്രാണികൾ പറന്നു വരുന്നു. ഈ പ്രാണി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന പെണ്ണ് പെട്ടെന്ന് തന്റെ അമ്മയെ സ്വപ്നം കണ്ട് എഴുന്നേൽക്കും. എഴുന്നേറ്റ പെണ്ണിന്റെ അടുത്തേക്ക് കരഞ്ഞുകൊണ്ട് ആരോ പാസ് ചെയ്ത് പോകുന്നതായിട്ട് അവൾക്ക് ഫീൽ ചെയ്യും. ഒരാൾ നടക്കുന്ന ശബ്ദം കേൾക്കാം, പാദത്തിന്റെ അടയാളവും കാണാം. ഒരു സ്ത്രീ ആരോ ഓടിക്കുന്നതായിട്ടാണ്. ആ സ്ത്രീ കരയുന്നുണ്ട്. ആർത്തർ, മേരി എന്ന 2 വ്യക്തികളുടെ പേരും പറയുന്നുണ്ട്.
ഇവര് രണ്ടുപേരും സംസാരിക്കുന്നു, തല്ലുകൂടുന്നു. ആ കരച്ചിലങ്ങനെ സ്റ്റെയർ കേസ് വഴി താഴേക്ക് ഇറങ്ങിച്ചെല്ലും. ഇവളും പുറകെ ചെല്ലുന്നുണ്ട്. വരാന്തയുടെ മൂലയ്ക്കായി ഒരു പെൺകുട്ടി ഇരുന്ന് കരയുന്നു. അവളെ വലിയ 2 കൈകൾ വലിച്ച് പിടിച്ചെടുത്തോണ്ട് പോകുന്നു കാണാം. പേടിച്ച നമ്മുടെ പെണ്ണ് ഉടനെ തന്റെ മുറിയിലേക്ക് തിരിച്ചോടി വന്നിട്ട് സാധനങ്ങളെല്ലാം പെറുക്കിക്കൂട്ടി അമ്മാവനെ വിളിച്ച് പറയും. ആ ദൂരെ അമ്മാവനെ, ബീറ്റോ ദയവേത് നിങ്ങൾക്ക് എന്നെ പിക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ 1521 റെക്ടോൽ അവന്യൂലാണ്. എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. വലിയ കുഴപ്പമുണ്ട്, വലിയ പ്രശ്നമാണ്. ഇത് കേട്ട് ബീറ്റോ പറയും, ഞാനിപ്പോൾ ടൗണിലില്ല. അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പോലീസിനെ വിളിച്ചോ, നീ ഇതിനെ ഭയപ്പെടുന്നു. അതിന് ഇവള് പറയും, എന്നെക്കൊണ്ട് പോലീസിനെ വിളിക്കാൻ പറ്റില്ല. എനിക്ക് ഈ നാട്ടിലെ ഐഡിയ ഇല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞത് നുണയാണ്. ആക്ച്വലി അമ്മ മരണപ്പെട്ടു. ഇനി എനിക്ക് അവിടെ നിന്ന് ജീവിക്കാൻ കഴിയില്ല. എന്റെ മോശം അവസ്ഥയിലാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. അമ്മ മരിച്ച കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് ഈ നാട്ടിൽ ഐഡിയ ഇല്ല. ഞാൻ പോലീസിനെ വിളിച്ചാൽ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യും, സ്വദേശത്തേക്ക് തിരിച്ചു പറഞ്ഞു വിടും. എന്നെ സഹായിക്കൂ ബീറ്റോ. എനിക്കിപ്പോൾ വേറെ ആരോടും സഹായം ചോദിക്കാൻ കഴിയില്ല. ഇത് കേട്ട് ബീറ്റോ പറയും, നിന്നെ സഹായിച്ച പോലീസ് എന്നെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞുവിടും. ദയവേത് ഇനി എനിക്ക് വിളിക്കല്ലേ, വലിയ കുഴപ്പമാണെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഫോൺ കട്ട് ചെയ്യും. ഇവൾ അവിടെ നിന്ന് ചെന്ന് ജീവനക്കാരന്റെ മുറി മുട്ടി എനിക്ക് എന്റെ പണം തിരികെ വേണമെന്ന് പറയുമ്പോൾ അവിടെ ജീവനക്കാരനില്ല, അയാളുടെ സഹോദരൻ മൊട്ടയേ ഉള്ളൂ. പുള്ളിക്കാരൻ എവിടെയും ചോദിക്കുമ്പോൾ അവനിവിടെ ഇല്ല, വന്ന ഉടനെ ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞ് ഇയാൾ ഡോർ അടയ്ക്കും. നമുക്കൊച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. കോട്ടൊക്കെ ഇട്ടിട്ട് അവിടം വിട്ട് വേറെ എവിടെയെങ്കിലും താമസിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ഇവള് പല സ്ഥലത്തും റൂം അന്വേഷിച്ച് നടക്കും. പക്ഷെ ഐഡിയ ഇല്ലാത്തതുകൊണ്ടും പണം തികയാത്തതുകൊണ്ടും എവിടെയും റൂം കിട്ടുന്നില്ല. വീണ്ടും തിരിച്ചു വരാണ് പെണ്ണ്. വരുന്ന വഴി ട്രെയിനിൽ ഒരു സെക്കൻഡ് അവള് കണ്ണടച്ച് ഉറങ്ങിപ്പോകുമ്പോൾ ചുറ്റും ലൈറ്റ് മിന്നി മറയുന്നു. അവൾ അമ്മയുടെ രൂപം കാണാടുത്തിരിക്കുന്ന തൊട്ടിപ്പുറത്തായി ആ കല്ലുവെട്ടി. മറ്റാരുമില്ല വണ്ടിയിൽ. ഈ കല്ലുവെട്ടി കണ്ട് ഞെട്ടി കണ്ണു തുറക്കുമ്പോൾ ഇവളൊരു കോഫി ഷോപ്പിലായിരിക്കും. കണ്ടത് സ്വപ്നമാണ്. അവൾ ആ കോഫി ഷോപ്പിൽ നിന്നുകൊണ്ട് ഈ ഹോട്ടൽ ജീവനക്കാരനെ വിളിക്കുന്നു. അവളുടെ പണം തിരികെ വേണമെന്ന് പറയുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ ഈ ജീവനക്കാരൻ വരുന്നുണ്ട്. നിനക്ക് എന്താ പറ്റിയത്? നിന്റെ ശബ്ദത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നു. ഇവള് ചോദിക്കും പണം എവിടെയാണെന്ന്. അയാൾ പറയും, ഞാൻ പണം എടുത്തില്ല, സോറി, അത് നിന്റെ മുറിയിൽ വെച്ചിട്ടുണ്ട്. നിന്റെ ശബ്ദം ഇടറെന്ന് കേട്ടപ്പോ എന്തേലും കുഴപ്പം പറ്റി കാണും എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന. എനിക്കറിയാം ആ ഹോട്ടൽ ഒരു വിയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. എന്റെ സഹോദരനും കുറച്ച് കുഴപ്പം പിടിച്ച ആളാ. പക്ഷെ നല്ലവനാ എന്റെ സഹോദരനല്ലേ. ഞാനും അവനും വളരുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു വളർന്നു. അതുകൊണ്ടാണ് അവന്റെ സ്വഭാവം ഇങ്ങനെ. കുഴപ്പമില്ല, നീ പേടിക്കണ്ട, നിന്റെ പണം ഞാൻ തരാം, വായോ എന്റെ കൂടെ വായോ. ഇനി ഞാൻ പോയി തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാ, വന്നെടുത്തോളൂ എന്ന് പറഞ്ഞ് ഇവളെ വിളിച്ചിട്ട് പോകുന്നു. ഇവളും ഭയപ്പെടാതെ കൂടെ പോകുന്നുണ്ട്. ഹോട്ടലിൽ കയറവേ ഇയാളുടെ കയ്യിൽ നിന്ന് ബിയർ വാങ്ങിക്കാൻ ആ ഫ്രീജയും അവളുടെ കൂട്ടുകാരിയും വരുന്നു. ഫ്രീജ ഇവിടുന്ന് ഒഴിഞ്ഞു പോയി എന്നാണ് ഈ ജീവനക്കാരൻ പറഞ്ഞത്. പക്ഷെ അവള് പോയിട്ടില്ല. അയാൾ കള്ളം പറഞ്ഞായിരുന്നു. എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞ് ഇവള് പണം എടുക്കാൻ വേണ്ടി തന്റെ മുറിയിലേക്ക് വരും. അവിടെ പണമില്ല. ജീവനക്കാരനോട് ചോദിക്കും, എന്റെ പണം എവിടെ? താൻ കള്ളം പറഞ്ഞാണോ? ഇത് കേട്ട് ജീവനക്കാരൻ പറയും, എന്റെ അച്ഛന് പഴയ സാധനങ്ങൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇങ്ങനെ പഴയ സാധനങ്ങൾ തപ്പിപ്പെറുക്കി അവസാനം അയാൾ ഞങ്ങളെ സ്വന്തം അമ്മയെ തന്നെ കൊന്നു. ഞാനും എന്റെ ചേട്ടനും വളരാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇയാളിങ്ങനെ എന്തൊക്കെയോ പറയുമ്പോൾ എനിക്ക് പോണെന്ന് പറഞ്ഞ് ഇവളിറങ്ങി പോകാൻ ശ്രമിക്കുന്നുണ്ട്. അയാൾ സമ്മതിക്കുന്നില്ല. എനിക്ക് വേറെ വഴിയില്ല, എന്റെ ബ്രദർക്ക് നിന്നെ വേണം, നീ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കരുത്, കുറച്ച് ഡ്രിങ്ക്സ് കഴിക്കി, എല്ലാം ശരിയാവും, അല്ലെങ്കിൽ കൂടുതൽ കുഴപ്പത്തിലാകും എന്ന് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന്റെ ചേട്ടൻ തള്ളിക്കേറി വന്ന് ഇവളെ മദ്യം കുടിപ്പിക്കുന്നുണ്ട്. രക്ഷപ്പെടാൻ ശ്രമിക്കല്ലേ, അത് കുഴപ്പത്തിലാകുന്നു പറഞ്ഞ് ഇയാള് ഡോർ അടച്ച് അവളെ പൂട്ടിയിട്ടിട്ട് ഇറങ്ങിപ്പോകും. കുറച്ച് കഴിയുമ്പോൾ ഈ പീറ്ററയും അവളുടെ കൂട്ടുകാരിയും ഇവളെ മുറിയിൽ വന്ന് മുട്ടുന്നുണ്ട്. ദയവേത് തുറക്കാൻ പറ, ഞങ്ങൾ അകത്തേക്ക് വിടൂ, ഉപദ്രവിക്കാനല്ല, ചില കാര്യങ്ങൾ പറയാനാണ്. അവര് പുറത്തുനിന്ന് തുറക്കും. ഇവൾ അകത്തിട്ട കുറ്റി അത് തുറന്നു കൊടുക്കും. രണ്ടുപേരും അകത്തേക്ക് വരുന്നു. ഇവള് ചോദിക്കും, എന്താ പറ്റിയത്? ആ ബക്കറിന്റെ ചേട്ടനാണോ? ആ പെണ്ണുങ്ങൾ പറയും അതേന്ന്. സോ ഇവളെ എങ്ങനെയാണോ അവന്മാര് പൂട്ടിവെച്ച് പീഡിപ്പിക്കാൻ നോക്കിയത്, അതേപോലെ ഇവന്മാരെയും ഈ പെണ്ണുങ്ങളെയും പൂട്ടിവെച്ചിട്ടുണ്ട്. ഇവരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഹീറോയിൻ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്ന ബാക്കിയുള്ള പെണ്ണുങ്ങളെ അവന്മാര് ബേസ്മെന്റിൽ പൂട്ടിയിട്ടിരിക്കുകയാണോ? ഈ സ്ഥലത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, ഒരുപാട് കരച്ചിലുകൾ കേൾക്കാം, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കണ്ടോ? അത് കേട്ട് ആ പെണ്ണുങ്ങൾ പറയും, അതെ, ഒരുപാട് പെൺകുട്ടികളുടെ കരച്ചിൽ കേൾക്കാം. പിന്നെ സ്വപ്നത്തിൽ ഞാനൊരു ബോക്സും കാണുന്നുണ്ട്, ഒരു സ്റ്റോൺ ബോക്സ്. സോ ഇവള് കണ്ട അതേ സ്വപ്നങ്ങള് ഈ പെണ്ണുങ്ങളും കാണുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അവന്മാർ ഉറങ്ങുന്നത് വരെ കാത്തിരിക്കാന്ന് പറഞ്ഞ് ഈ പെണ്ണുങ്ങൾ കാത്തിരിക്കുകയാണ്. കുറച്ചേരം കാത്തിരിക്കവേ നമ്മുടെ കുട്ടി അറിയാതെ കണ്ണടച്ചു പോകും. ക്ഷീണത്തിൽ കണ്ണടയുമ്പോൾ ഇവരെ മുറിക്കകത്തായി ഒരുപാട് സ്ത്രീകളുടെ ആത്മാക്കൾ നിൽക്കുന്നതായിട്ട് അവൾക്ക് തോന്നുന്നുണ്ട്. പെട്ടെന്ന് ശബ്ദം കേട്ട് ഇവള് കണ്ണു തുറക്കും. നോക്കുമ്പോൾ ബാക്കിയുള്ള 2 പെണ്ണുങ്ങളെയും ആ ബക്കറും ചേട്ടനും തൂക്കിയെടുത്തുകൊണ്ട് പോവുകയാണ്. തടയാൻ ചെന്ന ഇവളെ തല്ലി തെറിപ്പിക്കും. അപ്പോഴാണ് ആരോ അപ്രതീക്ഷിതമായി
ഇവരെ ഹോട്ടലിന്റെ കോളിംഗ് ബെൽ അടിക്കുന്നു. ബെക്കർ ചെന്ന് കതക് തുറന്നു നോക്കുമ്പോ നമ്മുടെ അംബറിന്റെ അമ്മാവനാണത്. അയാൾ എന്റെ ബന്ധു ഇവിടെയുണ്ടോ? അംബർ ക്രൂസ് എന്നാണ് പേര്. അവള് വിളിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് പറയും. എന്നാൽ ബെട്രോസ് അങ്ങനെ പേരുള്ള ആരും ഇവിടെയില്ല, നിങ്ങൾ സ്ഥലം മാറി വന്നതാണെന്ന് പറയുമ്പോ ഈ അമ്മാവൻ അംബറിന്റെ കോട്ട് കാണുന്നുണ്ട്. അയാൾ പറയും അത് അവളുടെ കോട്ടാണ്, എനിക്കറിയാം അംബർ അകത്തുണ്ടെന്ന്, സത്യം പറയടോ എന്ന് പറഞ്ഞ് അയാളെ മിരട്ടവേ അംബർ മോളീന്ന് ഗ്ലാസ് പൊട്ടിച്ച് ബീറ്റോ ഞാൻ ഇവിടെയുണ്ട്, എന്നെ സഹായിക്കൂ, ഇങ്ങോട്ട് ഓടി വരൂ എന്ന് പറയും. ഇങ്ങേരാ ജീവനക്കാരനെയും തള്ളിയിട്ട് മോളിലത്തെ മുറിയിലേക്ക് ഓടി വരുന്നുണ്ട്. അത് പൂട്ടി വെച്ചിരിക്കുകയാണ്. പുള്ളിക്കാരൻ തുറക്കാൻ ശ്രമിക്കവേ പുറകീന്ന് ആരോ അയാളെ വലിച്ചിട്ട് വലിയൊരു ഉപകരണം കൊണ്ട് തല്ലിക്കൊല്ലുന്നതാണ് കാണിക്കുന്നത്. ഇവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയാളുടെ പല്ലും ചോരയും ഇവളെ മുറിക്കകത്തേക്ക് ഒഴുകി വരും. കുറച്ചു കഴിയുമ്പോൾ ഇവന്മാര് രണ്ടുപേരും ഡോറ് തുറന്ന് ഇവരെ കൂട്ടത്തിലെ ആ മൂന്നാമത്തെ പെൺകുട്ടിയെ പൊക്കിയെടുത്തോണ്ട് പോകും. ഇവള് നിസ്സഹായായി ഇരുന്നുകൊണ്ട് ആ ബെക്കർ എന്ന ജീവനക്കാരനോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ലാഭമെന്ന്. അയാൾ പറയും, ഞാൻ എൻ്റെ സഹോദരനെ സഹായിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്റെ സഹോദരന് സുഖമില്ലായിരുന്നു. അവൻ ശക്തനാവാൻ കാരണം ഈ ബലിദാനമാണ്. വയ്യാതിരുന്ന എന്റെ ചേട്ടനെയും എന്നെയും സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് എന്റെ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികൾ ഞങ്ങൾ കണ്ടത്. ഇവന്മാരുടെ അച്ഛനും അമ്മയും ചേർന്ന് ഒരുപാട് പെൺകുട്ടികളെ ബലി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് എന്തൊക്കെയോ നേട്ടങ്ങളുണ്ടായി. എന്നാൽ അവസാനം അച്ഛൻ അമ്മയെ തന്നെ ബലി കൊടുത്തു. അത് കണ്ടു വളർന്ന ഇവരെ കാലെത്തിയപ്പോ അച്ഛനെ ബലി കൊടുത്തു. അത് കഴിഞ്ഞ് കയ്യിൽ കിട്ടുന്ന ആരോരുമില്ലാത്ത ഓരോ പെൺകുട്ടികളായിട്ട് ബലി കൊടുക്കുകയാണ്. ഹീറോയിൻ പറയും, നീ നല്ലവനാണെന്ന് എനിക്കറിയാം, നീ ചെയ്യുന്നത് ശരിയല്ല, നിന്റെ സഹോദരൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യരുത്, ദയവ് ചെയ്ത് ഇതെല്ലാം ഇട്ടെറിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോകൂ, നമുക്കിവിടുന്ന് ഇറങ്ങിപ്പോകാം, എന്റെ കൂടെ വാ. അത് കേട്ട ജീവനക്കാരൻ പറയും, എന്നോട് ക്ഷമിക്ക്, അവൻ എന്റെ ബ്രദറാണ്, എനിക്ക് അവനെ ചതിക്കാൻ കഴിയില്ല, നിന്റെ സമയം കഴിഞ്ഞു പോയി. ഇയാൾ അവളെ കെട്ടിവെക്കും. എന്നിട്ട് ഭസ്മം പൂശുന്നുണ്ട്. അത് കഴിയുമ്പോൾ ആ മൊട്ടത്തലേനും വന്ന് ഇവൾക്ക് ഭസ്മം പൂശിക്കൊടുത്ത് 3 നാമം ഇട്ട് ഇവളെ പൊക്കിയെടുത്തുകൊണ്ട് പോകും. ഈ കൊണ്ടുപോകുന്ന വഴിയെ ഇവൾ ഒരുപാട് ആത്മാക്കളെ കാണുന്നുണ്ട്. ആ ഹോട്ടലിൽ നിറച്ചും ആത്മാക്കൾ. ഇവളെ ബേസ്മെന്റിലുള്ള ഒരു മന്ത്രവാദ മുറിയിലേക്കാണ് ഇയാൾ കൊണ്ടുപോകുന്നത്. അവിടെ നേരത്തെ കിടത്തിയിരുന്ന പെൺകുട്ടിയുടെ ചടലം അയാൾ എടുത്തുകൊണ്ട് പോകും. ആ പെൺകുട്ടിക്ക് തല കാണുന്നില്ല. അത് കഴിഞ്ഞ് ആ ടേബിളിലേക്ക് ഇവളെ പൊക്കിയെടുത്ത് അയാൾ കിടത്തും. എന്നിട്ട് ഇവള് സ്വപ്നത്തിൽ കണ്ട അതേപോലത്തെ ഒരു കല്ലുപെട്ടി അതിനെ അയാൾ തുറന്നു വെച്ചിട്ട് പുറത്ത് ചെന്ന് കതവടയ്ക്കുന്നു. മറ്റൊന്നും ചെയ്യുന്നില്ല. ഇയാൾ കൊല്ലുന്നൊന്നുമില്ല. ആ ബോക്സ് മാത്രം തുറന്നു വെച്ച് ഇയാൾ വെളിയിറങ്ങിപ്പോക്കും. കുറച്ചു സമയം കഴിയുമ്പോൾ ആ മുറി മുഴുവൻ ഒരുപാട് പ്രാണികൾ പറന്നു കളിക്കുന്നു. ഇവളുടെ ബോധം നഷ്ടമാവും. കണ്ണു തുറക്കുമ്പോൾ അവൾ അമ്മയ്ക്കരികിലാണ്. അമ്മ ഇവളുടെ കൈ പിടിച്ച് കുറച്ചു സമയം കൂടി അമ്മയുടെ കൂടെ നിൽക്കുമോളെ എന്ന് പറയുന്നുണ്ട്. ഈ നേരം ബോക്സിനകത്ത് നിന്നും 2 പെരുത്ത കൈകൾ പുറത്തേക്ക് വരും. അത് അവൾ അറിയുന്നില്ല. അവൾ ഇപ്പോഴും സ്വപ്നത്തിലാണ്. ഒരു സത്വരൂപം, ആമ്പലിന് കയ്യും കാലും മുളച്ചതുപോലെ ഒരു ഭീകര സത്വം, ഒരു കോലമില്ല അതിന്, വൃത്തിഹീനമായൊരു സൈത്താൻ. അത് താഴേക്ക് വണക്കം വെച്ചിട്ടാണ് വരുന്നത്. ഇവൾ അടുത്തേക്ക് വന്ന് 2 കാലുകളും വിരിച്ച് അതിന്റെ താഴ്ഭാഗത്തുള്ള വാ തുറക്കുന്നു. ആ വാ ഉപയോഗിച്ചിട്ടാണ് ഈ സാധനം മനുഷ്യന്മാരുടെ തല കടിച്ചെടുക്കുന്നത്. ഈ സമയത്തെല്ലാം തന്നെ നമ്മുടെ കുട്ടി സ്വപ്നത്തിലായിരിക്കും. അവളുടെ അമ്മ അവൾ അനങ്ങാൻ സമ്മതിക്കുന്നില്ല. എന്റെ കൂടെ നിൽക്കുമോളെ എന്ന് പറഞ്ഞ് ഇവളെ കഴുത്തി കയറി പിടിക്കുന്നു. എന്നാൽ അവസാനം താൻ ട്രാപ്പിൽ പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലായിട്ട് ഇവൾ അമ്മയെ തള്ളി മാറ്റി, നീ എന്റെ അമ്മയല്ല, സൈത്താനാണ്, ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് അമ്മയുടെ മുകളിലേക്ക് ചാടി അമ്മയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താണ്. ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഈ സാത്താൻ അവളെ ആക്രമിക്കുന്നില്ല. ഒരുപക്ഷെ ഇവളെ മാനസികമായി കീഴ്പ്പെടുത്തിയിട്ട് ആയിരിക്കും അത് ബലിയെടുക്കുന്നത്. എന്നാൽ ആ കീഴ്പ്പെടുത്തലിന് ഇവള് നിന്ന് കൊടുക്കുന്നില്ല, തിരിച്ച് പ്രതികരിക്കും. പ്രതികരിച്ചതോടുകൂടി ഈ സാധനം അവളുടെ അടുത്ത് നിന്നും മറഞ്ഞു പോവാണ്. ഇവൾക്ക് കാണാൻ കഴിയുന്നില്ല. കണ്ണു തുറന്ന് നമ്മുടെ പെൺകുട്ടി എഴുന്നേറ്റു. ആ പെട്ടി മൂടി ഈ സത്വം അതിനകത്തേക്ക് കയറിപ്പോയി. ആ പെട്ടിക്കകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇവള് തുറന്നു നോക്കും. ഒരു കുട്ടിയുടെ ചടലമാണ് അതിനകത്ത് കിടക്കുന്നത്. ഇവള് വീണ്ടും ആ പെട്ടി അടച്ചിട്ട് ബേസ്മെന്റ് മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അവസാനമുള്ള പെൺകുട്ടിയില്ലേ പീട്ര, അവളുടെ കരച്ചില് കേൾക്കാം മുകളിലത്തെ ഫ്ലോറിൽ നിന്ന്. ഇവള് നേരത്തെ കണ്ട വലിയ വാള്, ആ ആയുധം, അതും എടുത്ത് ഇവന്മാരെ മുറിയിലേക്ക് ചെല്ലും. കതക് മുട്ടി ഈ ബീട്രോ എന്ന ആള് കതക് തുറക്കവേ അയാൾ അറഞ്ചം പുറഞ്ച് ഇവളെ വെട്ടിയിട്ട് രണ്ടാമത് മൊട്ടയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അയാളെ ഒരു വെട്ടുന്നുണ്ട്. എന്നാൽ ശക്തനായ അയാള് ഇവളെ വലിച്ചെറിഞ്ഞ് അവളെ കയ്യിലെ ആയുധം തട്ടിപ്പറിച്ച് അവളെ തിരിച്ചു വെട്ടാൻ നിൽക്കവേ ഈ പീട്ര എന്ന പെൺകുട്ടി ഇയാളെ തള്ളിവിട്ട് ഓടാൻ ശ്രമിക്കും. എന്നാൽ മൊട്ട വിടാതെ ആ പെണ്ണിനെ പൊക്കിയെടുത്ത് സ്റ്റെയർ കേസിൽ നിന്ന് താഴത്തേക്കിട്ട് അവളെ കുന്നോളെ. എന്നിട്ട് വീണ്ടും പീറ്ററെ പിടിക്കുന്നു. എന്നാൽ ഇപ്രാവശ്യം പീട്ര കയ്യിലൊരു കുപ്പിച്ചില് പോലത്തെ സാധനം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ ഈ മുട്ടയുടെ കഴുത്തറക്കും. ചോര ചീറ്റി അവൻ ഇരിക്കവേ ഇവള് വീണ്ടും ആ ആയുധം എടുത്ത് ഇവളെ തല വെട്ടിമുറിക്കുന്നുണ്ട്. അയാൾ മരണപ്പെട്ട് കഴിയുമ്പോൾ അനുജൻ, ആ ജീവനക്കാരൻ,
അയാൾക്ക് ജീവനുണ്ട്, ജീവനക്കാരനല്ലേ, അതുകൊണ്ടായിരിക്കും ജീവനുള്ളത്. കൊള്ളില്ല കൗണ്ടർ, നല്ല അഡ്ജസ്റ്റ് ചെയ്യും. ഇയാളെ ഇവള് പൊക്കിയെടുത്തോണ്ട് പോയി ഇവന്മാര് ബലി കൊടുക്കാൻ എവിടെ കെട്ടിവെച്ചോ അതേ സ്ഥലത്ത് കെട്ടിവെക്കുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ സത്വം വന്ന് അയാളുടെ തലയെ കടിച്ചെടുത്ത് അയാളെ കൊന്ന ശേഷം വീണ്ടും പെട്ടിക്കകത്ത് പോയി കിടക്കും. അവിടുന്ന് നമ്മുടെ പെണ്ണ് തിരിച്ചിറങ്ങി പോകവെയാണ് അവളുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുക. അവള് മുറിവുകളെല്ലാം ഉണങ്ങി തന്റെ ഒടിഞ്ഞ കാല് നേരെയായി. തനിക്ക് കൂടുതൽ ശക്തി പ്രാപിച്ചു. സോ താൻ കൊടുത്ത ബലിക്ക് തന്നിൽ നേട്ടങ്ങൾ ഉണ്ടാവുന്നു. ആ പ്രാണി ഇവൾക്കരികിലൂടെ പറക്കുന്നുണ്ട്. സോ ഇങ്ങനെയാണ് ആ സത്വം ഓരോരുത്തരെയും മോഹിപ്പിച്ച് അതിനു വേണ്ട ബലിദാനങ്ങൾ എടുക്കുന്നത്. ഇനി അതിന്റെ വലയിൽ വീണ് തന്റെ ലാഭത്തിന് വേണ്ടി മനുഷ്യരെ ബലി കൊടുക്കണോ അതോ അതിനെ നശിപ്പിച്ച് കളയണോ എന്നുള്ളത് നമ്മുടെ നായികയാണ് തീരുമാനിക്കേണ്ടത്. അവിടെ വെച്ച് നോ വൺ ഗെറ്റ്സ് ഔട്ട് അലൈവ് എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തൂ. നമ്മുടെ കൂട്ടുകാരെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, കുക്കു FM 7 ദിവസത്തെ ഫ്രീ ട്രയൽ ഓഫർ കൊണ്ടുവന്നിരിക്കുകയാണ്. ആരും ചെക്ക് ചെയ്യാൻ മറക്കരുത്. 10,000-ൽ പരം ഓഡിയോ ബുക്സ് ഫ്രീ ആയിട്ട് കേൾക്കാം എല്ലാവർക്കും. ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, until then it's bye from ഒരു കഥ സൊല്ലട്ടുമാസ്.